ഡോക്ടർ നമ്പി നാരായണൻ്റെ ഓർമ്മകളുടെ ഭ്രമണപഥത്തിലേക്ക് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മാലി പ്രസിഡന്റിനെതിരെ നടക്കാൻ സാധ്യതയുള്ള ഒരു അട്ടിമറി ശ്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാക്കിയ സംഘത്തിലെ അംഗമായിരുന്നു മറിയം റഷീദ. ഇന്ത്യയിൽ അനധികൃത താമസത്തിനു പുറമെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരവും മറിയം റഷീദയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ISRO ചാരക്കേസുമായി ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ISROയിലെ ക്രയോജനിക് എഞ്ചിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായ P. ശശികുമാറിനാണ്. 1994 നവംബർ 30 നമ്പി നാരായണൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് ഏകദേശം വൈകിട്ട് 3 മണിക്ക് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നു. നമ്പി നാരായണൻ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. 4 പോലീസുകാരാണ് ജീപ്പിൽ നിന്ന് ഇറങ്ങിയത്. നേരെ നമ്പി നാരായണൻ്റെ അടുത്തേക്ക്. DIGക്ക് താങ്കളെ ഒന്ന് നേരിട്ട് കാണണം, ഞങ്ങളുടെ കൂടെ വരണം. നമ്പി നാരായണൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അറസ്റ്റാണോ? തിരിച്ചുള്ള മറുപടി ഇങ്ങനെയാണ്, DIG അതായത് DIG സിബി മാത്യൂസിന് താങ്കളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അവരുടെ അതിന് അനുവാദം വാങ്ങിക്കൊണ്ട് നമ്പി നാരായണൻ വസ്ത്രം മാറാൻ പോയി. തിരിച്ച് അവരുടെ കൂടെ യാത്രയായി. ആ മടക്കം അത്ര പെട്ടെന്നൊന്നും അദ്ദേഹത്തിന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. രാജ്യസുരക്ഷയെ സംബന്ധിച്ച കേസായതുകൊണ്ട് തന്നെ IBക്കായിരുന്നു അന്വേഷണ ചുമതല. ഒപ്പം കേരള പോലീസും കൂടി. 2 ദിവസത്തിന് ശേഷം നമ്പി നാരായണനെ കോടതിയിൽ ഹാജരാക്കി. കോടതി നമ്പി നാരായണനെ 11 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു. പിന്നീട് നടന്നത് നരനായാട്ടാണ്.